നമസ്കാരം. മലയാളത്തിലേക്ക് സ്വാഗതം. പുതിയ വ്യാപാരാഴ്ച അല്ലെങ്കിൽ നവംബർ 24 മുതൽ 28 വരെയുള്ള വ്യാപാരാഴ്ചയിൽ 4 ലിസ്റ്റഡ് കമ്പനികളാണ് കോർപ്പറേറ്റ് ആക്ഷൻ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 2 ഓഹരികളിൽ ബോൺസ് ഇഷ്യൂവും 2 ഓഹരികളിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ബോൺസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത് HDFC AMC, തൈറോകെയർ ടെക്നോളജീസ് എന്ന മുൻനിര ഓഹരികളാണ്. അതേസമയം സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 2 സ്മോൾ ക്യാപ്പ് ഓഹരികളാണ്, സിക്കോ ഇൻഡസ്ട്രീസും യൂണിസൺ മെറ്റൽസുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യം അപ്കമിംഗ് ബോണസ് ഇഷ്യൂസ് നോക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ബോണസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഓഹരികളെ കുറിച്ച് നോക്കാം. ഇതിൽ ഒന്നാമത്തത് HDFC AMC ആണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനമായ HDFC ബാങ്കിൻ്റെ കൈവശം ഭൂരിഭാഗം ഓരോ സ്വന്തമായുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സേവനങ്ങൾ നൽകുന്ന ധനകാര്യ സ്ഥാപനമാണ് HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ്, അല്ലെങ്കിൽ HDFC AMC ലിമിറ്റഡ് എന്ന് പറയുന്നത്. 2000-ലായിരുന്നു ഈ ഒരു കമ്പനിയുടെ തുടക്കം. ആക്റ്റീവായിട്ടും പാസീവ് ഭാഗങ്ങളുള്ള പലവിധ മ്യൂച്വൽ ഫണ്ടുകളും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസുകളും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് തുടങ്ങിയ ധനകാര്യ മേഖലയിൽ വിവിധ സേവനങ്ങളാണ് ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. റീറ്റെയിൽ നിക്ഷേപകർ മുതൽ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ വരെയുള്ളവർ HDFC AMC അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ വിവിധ സേവനങ്ങൾ കൈപ്പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിലവിൽ രാജ്യത്തെ 200-ലധികം നഗരങ്ങളിൽ നേരിട്ട് ശാഖകൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനിയുമാണിത്. അപ്പോൾ HDFC AMCയുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ വിപണി മൂല്യം നോക്കുമ്പോൾ 1.15 ലക്ഷം കോടി രൂപയാണ്. അപ്പം വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ HDFC AMC ക്ലോസ് ചെയ്തിരിക്കുന്ന 5395 എന്ന രൂപ നിലവാരത്തിലാണ്. അപ്പോൾ ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ 5% തരത്തിൽ ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ നോക്കും 12% നേട്ടവുമാണ് ഈ ഒരു ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം ഇതൊരു 30% നേട്ടവും ഈ ഒരു ഓഹരിയിൽ കാണാം. അപ്പോൾ ഒരു സമീപകാലത്ത് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണിതെന്ന് കാണാം, അല്ലെങ്കിൽ ഈ വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർഫോം ചെയ്ത ഒരു ഓഹരിയാണെന്ന് കാണാം HDFC AMC. അപ്പോൾ അതിൻ്റെ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനവും ലാഭം ഇരട്ടിയായിട്ടുള്ളതായി കാണാം. 2022 സെപ്റ്റംബറിൽ വിറ്റൊരു 545 കോടി രൂപയും ലാഭം 364 കോടി രൂപയും ആയിരുന്നത് 2025 സെപ്റ്റംബർ ആകുമ്പോഴേക്കും വരുമാനം 1026 കോടിയിലേക്കും അറ്റാദായം 718 കോടിയിലേക്കും ഒരു ഇരട്ടിയോളമായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് താരതമ്യേന ഒരു മികച്ച തോതിൽ മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്ന ഒരു ഓഹരിയാണിതെന്ന് കാണാം. ഇപ്പോൾ 2019 മാർച്ചിന് ശേഷം നോക്കുകയാണെങ്കിൽ 8 തവണയാണ് ക്യാഷ് ഡിവിഡൻഡ് നിക്ഷേപകർക്ക് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ഈ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 1.67%. ഒരു ഭേദപ്പെട്ട ഡിവിഡൻഡ് ഈൽഡ് നിലവാരമാണെന്ന് പറയാം. ഇനി വരുന്ന ആഴ്ചയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബോണസ് ഇഷ്യൂ ആണ്. അപ്പോൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ക്യാഷ് ഡിവിഡൻഡ് എന്ന പോലെ തന്നെ ഒരു നിക്ഷേപകർക്ക് നൽകുന്ന ഒരു റിവാർഡാണ്. റിവാർഡുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പം ഓഹരിയുടെ രൂപത്തിൽ നൽകുന്ന ഒരു ഡിവിഡൻ്റ് ആണെന്നും പറയില്ല. സ്റ്റോക്ക് ഡിവിഡൻ്റ് എന്നും ബോണസ് ഇഷ്യൂവിന് വിശേഷണമുണ്ട്. നിക്ഷേപയുടെ കൈവശമുള്ള ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും അധികമായി നൽകുന്ന സൗജന്യ ഓഹരികളാണ് ബോണസ് ഷെയർ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ. ബോണസ് ഷെയർ എന്ന് പറയുന്നത് അതിന് നടക്കുന്ന കോർപ്പറേറ്റ് ആക്ഷനാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു HDFC AMCയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ബോണസ് ഇഷ്യൂ ആണിത്. അപ്പോൾ ഈ സൗജന്യ ഓഹരികൾ അല്ലെങ്കിൽ ബോണസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 എന്ന അനുപാതത്തിലാണ്. അതായത് നിശ്ചിത റെക്കോർഡ് തീയതിയിൽ നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ HDFC AMC ഓഹരിക്കും വീതം അധികമായ ഒരു ഓഹരി കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം HDFC AMCയുടെ റെക്കോർഡ് ഡേറ്റും എക്സ് ബോണസ് ഡേറ്റും എന്ന് പറയുന്നത് 2025 നവംബർ 26 അതായത് വരുന്ന ബുധനാഴ്ചയാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ എക്സ് ഡേറ്റിന് മുന്നേ എങ്കിലും ഒരു ദിവസം മുന്നേ എങ്കിലും ഈ ഓഹരി കൈവശമുള്ളവർക്കായിരിക്കും റെക്കോർഡ് ഡേറ്റിൽ ഈ ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഓഹരി കൈപ്പറ്റുന്നുള്ള അർഹത ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ HDFC AMCയുടെ ആദ്യത്തെ ബോണസ് ഇഷ്യൂ അടുത്ത ആഴ്ച നടക്കുന്നതായിരിക്കും. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് 2025 നവംബർ 26 ആകുന്നു. ഇനി രണ്ടാമതായിട്ടുള്ള തൈറോകെയർ ടെക്നോളജീസ് ആണ്. അപ്പം തൈറോകെയർ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ശൃംഖലയാണ്. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു താരതമ്യേന അഫോർഡബിൾ റേറ്റിലുള്ള വിവിധ രോഗനിർണയ ചികിത്സാ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് തൈറോകെയർ ടെക്നോളജീസ് എന്ന് പറയുന്നത്. നിലവിൽ ഈ കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 8114 കോടി രൂപയാണ്. അതൊരു സ്മോൾ ക്യാപ്പ് ഭാഗത്തിലുള്ള ഒരു ഓഹരിയാണ്. കമ്പനി നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു പറയത്തക്ക കടബാധ്യത ഇല്ലെന്ന് പറയും. ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ് എൻ്റെ ഒരു അക്കൗണ്ടിങ് ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ കാണാനാകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 3 വർഷമായി കമ്പനിയുടെ പെർഫോമൻസിലും ഒരു ക്രമാനുഗത വളർച്ച കാണാം. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ കമ്പനിയുടെ വരുമാനത്തിൽ ലാഭത്തിലും ആ ഒരു ക്രമാനുഗത വർധനയും കാണാനുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിക്ഷേപകർക്ക് മുടങ്ങാതെ ക്യാഷ് ഡിവിഡൻഡ് കൈമാറുന്ന അതായത് പണമായി നൽകുന്ന ലാഭവിഹിതവും കൈമാറുന്ന ഒരു ഓഹരിയാണിത്. 2016 സെപ്റ്റംബറിന് ശേഷം നോക്കുകയാണെങ്കിൽ 14 തവണയാണ് ക്യാഷ് ഡിവിഡൻഡ് തൈറോകെയർ ടെക്നോളജീസ് നിക്ഷേപകർക്ക് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ഡിവിഡൻഡ് ഈൽഡ്
എന്ന് പറയുന്നത് 0.46% ആണ്. അത് ഡിവിഡൻഡ് യീൽഡിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത്ര അട്രാക്റ്റീവായുള്ള നിലവാരമല്ല. പക്ഷേ മുടങ്ങാതെ നിക്ഷേപകർക്ക് ക്യാഷ് ഡിവിഡൻഡ് കൈമാറുന്നുണ്ട് എന്ന് പറയുന്നത് നിക്ഷേപകർക്കുള്ള റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ മാനിക്കുന്നു എന്നുള്ളതും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടും കാണാം. ഒരു റിവാർഡ് നൽകുന്നതായിട്ടും നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ്. നിലവിൽ തെറോകെയർ ടെക്നോളജീസ് വ്യാപാരം ചെയ്യപ്പെടുന്ന 1528 അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന 1528 രൂപ നിലവാരത്തിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 21% നേട്ടവും കഴിഞ്ഞ 6 മാസത്തിന് 56% നേട്ടവും ഈ വർഷം ഇതുവരെ 2025 ഇതുവരെ 66% നേട്ടവും ഈ ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരു സമീപകാലത്ത് ശക്തമായൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണിതെന്ന് കാണാം. അപ്പം ആദ്യമായിട്ടാണ് തെറോകെയർ ടെക്നോളജീസും ബോണസ് ഇഷ്യൂ നൽകാൻ പോകുന്നത്, അല്ലെങ്കിൽ സൗജന്യ ഓഹരികൾ നിക്ഷേപകർക്ക് നൽകാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ എക്സ് ബോണസ് ഡേറ്റും അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് നവംബർ 28, അതായത് 2020 നവംബർ 28 അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ബോണസ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ബോണസ് റേഷ്യോ 2:1, അതായത് നിശ്ചിത റെക്കോർഡ് തീയതിയിൽ ഓരോ ഓഹരി കൈവശമുള്ളവർക്ക് അധികമായി 2 സൗജന്യ ഓഹരികൾ അല്ലെങ്കിൽ 2 ബോണസ് ഷെയർ നൽകുന്ന ഒരു അനുപാതമാണ് ഇപ്പോൾ തെറോകെയർ ടെക്നോളജീസ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 2:1 ആണ്. അപ്പം എക്സ് ഡേറ്റിനും ഒരു ദിവസം മുന്നേ എങ്കിലും ഈ ഓരോ ഓഹരി കൈവശമുള്ളവർക്കാണ് നിശ്ചിത റെക്കോർഡ് ഡേറ്റിൽ അത് ഡിമാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിലയിൽ ആ ഓഹരി ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമാണ് ഈ ഒരു ബോണസ് ഇഷ്യൂവിൽ നിക്ഷേപകർക്ക് അർഹത ഉണ്ടായിരിക്കും. അപ്പോൾ നവംബർ 28 2020 നവംബർ 28 തെറോകെയർ ടെക്നോളജീസിൻ്റെ എക്സ് ബോണസ് ഡേറ്റും റെക്കോർഡ് ഡേറ്റുമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന 2 ഓഹരികളാണ് ഇതിന് മുന്നിലുള്ളത്. അടുത്ത ആഴ്ചയിൽ എല്ലാ അപ്കമിങ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 2 ലിസ്റ്റഡ് കമ്പനികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സീക്കോ ഇൻഡസ്ട്രീസും യൂണിസൺ മെറ്റൽസുമാണ്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ടുള്ള സീക്കോ ഇൻഡസ്ട്രീസ് ആണ്. അപ്പം അവർ ഒരു ബയോ അഗ്രോ കെമിക്കൽ, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസർ, സീഡ്, സ്പ്രേയേഴ്സ്, പാക്കേജിങ് മെഷീനറി, FMCG അങ്ങനെ വിവിധ മേഖലകളിലായിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യും, ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന, എക്സ്പോർട്ടും ചെയ്യുന്നൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് സീക്കോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 2000 ഈ കമ്പനിയുടെ ഒരു തുടക്കം. പക്ഷേ കമ്പനിയുടെ ഒരു ഫണ്ടമെൻറ്റൽസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ കമ്പനിയുടെ വരുമാനത്തിൽ ലാഭത്തിലുമൊക്കെ ഒരു സ്ഥിരതയില്ല. ഓരോ സാമ്പത്തിക വാദങ്ങൾ, ഒരു കയറ്റിറക്കങ്ങളൊക്കെ കാണാം. 2022 ശേഷം അങ്ങനെ ഡിവിഡൻഡ് ഹിസ്റ്ററി അറിയായിട്ടില്ല. പക്ഷേ 2022 ശേഷം ക്യാഷ് ഡിവിഡൻഡ് കൈമാറിയിട്ടില്ല. ആ ഒരു ലാഭത്തിലെ അസ്ഥിരതയൊക്കെ നമുക്കായിട്ട് കൂട്ടിവായിക്കാവുന്നൊരു ഘടകമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുള്ള കഴിഞ്ഞ 3 വർഷത്തിനിടെ സീക്കോ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ വിഹിതം ഗണ്യമായി താഴുന്നുണ്ട്. അത് റെഡ് ഫ്ലാഗായിട്ട് കരുതാവുന്നതാണ്. 2022 സെപ്റ്റംബറിൽ ഈ കമ്പനിയുടെ പ്രൊമോട്ടർക്ക് 71.44% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നത് 2025 സെപ്റ്റംബറുടെ 54.96 താഴുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് അത് മറുവശത്ത് അതേസമയത്ത് റേറ്റിൽ നിക്ഷേപകരാണ് കൂടുന്നതെന്നുള്ളതും ചേർത്ത് വായിക്കാം. NSE മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് സീക്കോ ഇൻഡസ്ട്രീസ്. നിലവിൽ ഈ കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ വിപണി മൂല്യം എന്ന് പറയുന്നത് 245 കോടി രൂപയാണ്. വെള്ളിയാഴ്ച സീക്കോ ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 112 രൂപയിലാണ്. അല്ലെങ്കിൽ നിലവിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത് 110-112 രൂപ നിലവാരത്തിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ 8% നേട്ടമുണ്ട് ഈ ഓഹരിയിൽ. കഴിഞ്ഞ 6 മാസത്തിനിടെ നോക്കുമ്പോൾ 44% നേട്ടമുണ്ട്. ഈ വർഷം ഇതുവരെയായിട്ട് 4% നേട്ടമാണുള്ളത്. അതിൻ്റെ അർത്ഥം ഈ വർഷം തുടക്കത്തിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് കഴിഞ്ഞ 6 മാസത്തിനുള്ള നേട്ടത്തോടെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കാണാം. അപ്പം സീക്കോ ഇൻഡസ്ട്രീസിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ് അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻ. ഇതിൻ്റെ സ്പ്ലിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആണ്. അപ്പോൾ എക്സ്പെക്ട് തീയതി നവംബർ 27. അതായത് സ്പ്ലിറ്റ് റേഷ്യോ 10:1 എന്ന് പറയുമ്പോൾ നിലവിൽ 10 രൂപ മുഖവിലയുള്ള സീക്കോ ഇൻഡസ്ട്രീസ് ഓഹരി 1 രൂപ മുഖവിലയുള്ള 10 ഓഹരികളെ മാറ്റപ്പെടുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം പ്രതിഫലിക്കുന്ന തീയതിയാണ് എക്സ്പെക്ട് തീയതി നവംബർ 27 എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ 2022-21 ഈ സീക്കോ ഇൻഡസ്ട്രീസ് ഓഹരി നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിട്ടും ഇതിൻ്റെ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ കാണാനുണ്ട്. ഫണ്ടമെൻ്റലി അത്ര അട്രാക്റ്റീവില്ല. ഇപ്പോൾ ഈ ഓഹരി കൈവശമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് അടുത്ത ആഴ്ച സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചുള്ള യൂണിസൺ മെറ്റൽസ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണെന്ന് പറയാം. അപ്പോൾ ഇവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സെറാമിക്സ് തുടങ്ങിയവയുടെയൊക്കെ ഒരു ബന്ധപ്പെട്ട ബിസിനസ്സാണ് ചെയ്യുന്നത്. ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. 1990 ആരംഭിച്ച കമ്പനിയാണ് യൂണിസൺ മെറ്റൽസ് എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 3 വർഷത്തിനിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രൊമോട്ടർ വിഹിതം ഗണ്യമായി ഈ കമ്പനിയിലും താഴ്ന്നു കാണാം. അത് റെഡ് ഫ്ലാഗായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. 2022 ഡിസംബറിൽ യൂണിസൺ മെറ്റൽസിലെ പ്രൊമോട്ടറിൻ്റെ കൈവശം 51.61% ഓഹരി വീതം ഉണ്ടായിരുന്നത് 2025 സെപ്റ്റംബറിൽ
29% താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണത്. ഈ നിലവിൽ ഈ കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 66.6 കോടി രൂപ മാത്രമാണ്. BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വരുമാനം ഇരട്ടിയായതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലാഭത്തിലൊരു സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ചേർത്ത് വായിക്കാവുന്ന ക്യാഷ് ഡിവിഡൻഡ് നിക്ഷേപകർക്ക് ഇതിനെ കൈമാറിയിട്ടില്ല. ഡിവിഡൻഡ് ഹിസ്റ്ററി ഒന്നും കാണാനില്ല. ഡിവിഡൻഡ് ഹിസ്റ്ററിയിൽ ക്യാഷ് ഡിവിഡൻഡ് കൈമാറിയിട്ടുള്ളതിൻ്റെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം നിലവിൽ ഇവിടെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഈ നിലവിൽ ഈ ഓഹരിയുടെ അല്ലെങ്കിൽ യൂണിസൺ മെറ്റൽസിൻ്റെ ഓഹരി വില എന്ന് പറയുന്നത് 22.5 രൂപയാണ്. 22.5 രൂപയാണ്. 22 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ ബുക്ക് വാല്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത് 24.8 അതായത് ബുക്ക് വാല്യൂവിന് താഴെയാണ് നിലവിലെ കറണ്ട് പ്രൈസ് എന്നുള്ളത് മാത്രമാണ് ഒരു പോസിറ്റീവ് ഘടകം കാണാനുള്ളൂ. പക്ഷേ ബാക്കി ഫണ്ടമെന്റൽസ് ആയിട്ട് ഇമ്പ്രൂവ് അല്ലെങ്കിൽ ഇതുകൊണ്ടും പ്രയോജനമില്ല. കഴിഞ്ഞ 1 മാസത്തിനിടെ നോക്കുമ്പോൾ യൂണിസൺ മെറ്റൽസ് ഓഹരി 17% നേട്ടം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് മോശമാണ്. 5% തിരുത്തലാണ് നേരിട്ടിട്ടുള്ളത്. ഈ വർഷം 2025 ഇതുവരെയായിട്ട് 23% നേട്ടം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു വോൾട്ടൈൽ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം യൂണിസൺ മെറ്റൽസിൽ അടുത്തയാഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. അടുത്തയാഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് റേഷ്യോ 10:1 ആണ്. ഈ എക്സ്പെക്ട് തീയതി നവംബർ 28 ആകുന്നു. അതായത് സ്പ്ലിറ്റ് റേഷ്യോ 10:1 എന്ന് പറയുമ്പം നിലവിൽ 10 രൂപ മുഖവിലുള്ള അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള ഒരു യൂണിസൺ മെറ്റൽസ് ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളെ മാറ്റപ്പെടും. ആ ഒരു ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് തീയതി എന്ന് പറയുന്നത് നവംബർ 28 ആകുന്നു. ഇപ്പോൾ 2021 ഒക്ടോബറിൽ ഈ ഒരു ഓഹരി ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 4:1 അനുപാതത്തിലായിരുന്നു ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അടുത്ത ആഴ്ചയിൽ ഒരു 4 കോർപ്പറേറ്റ് ആക്ഷൻസ് എന്ന് പറയാമെന്നുള്ളത്. അത് HDFC AMC താരോകെയർ ടെക്നോളജീസ് ബോണസ് ഇഷ്യൂ ചെയ്യും. അതുപോലെ സീക്കോ ഇൻഡസ്ട്രീസും യൂണിസൺ മെറ്റൽസും സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഇതിനോടൊപ്പം മറ്റ് ഒരു 6 കമ്പനികൾ ക്യാഷ് ഡിവിഡൻഡ് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇംഗർസോൾ ബ്രാൻഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 55 രൂപയാണ് ഒരു ഓഹരിക്ക് ഡിവിഡൻഡ് നൽകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 നവംബർ 25 അപ്പോൾ ഓരോ ഓഹരിക്ക് ഇൻ്ററിം ഡിവിഡൻഡ് ആയിട്ട് ഇടക്കാല ലാഭത്തെ 55 രൂപ നൽകുന്നു. ഇംഗർസോൾ ബ്രാൻഡ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ് ഡേറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റ് 2025 നവംബർ 25 ആകുന്നു. പിന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. പൊതുമേഖലയിൽ നിന്നുള്ള ഓഹരിയാണ്. അത് രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതമായി നൽകാൻ പോകുന്ന 3.65 പൈസ വീതമാണ്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ 26 ആകുന്നു. പിന്നെ AK ക്യാപിറ്റൽ സർവീസസ് ഉണ്ട്. അത് 16 രൂപ വീതമാണ്, പ്രതി ഓഹരി 16 രൂപ വീതമാണ് ലാഭവിഹിതം നൽകാൻ പോകുന്നത്, ക്യാഷ് ഡിവിഡൻഡ് നൽകാൻ പോകുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ 27 ആകുന്നു. പിന്നെ എക്കോഫിനിറ്റി അറ്റോമിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഓഹരിയുണ്ട്. അത് 50 പൈസ വീതമാണ് ഒരു ഓഹരിയിൽ ക്യാഷ് ഡിവിഡൻഡ് കൈമാറാൻ പോകുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ 28 ആകുന്നു. നൈൽ ലിമിറ്റഡ് ഉണ്ട്. അത് 5 രൂപ വീതമാണ് ഒരു പ്രതി ഓഹരി ലാഭവിഹിതം നൽകുന്ന ക്യാഷ് ഡിവിഡൻഡ് നൽകുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ 28 ആകുന്നു. പിന്നെ മീര ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഓഹരിയുണ്ട്. അത് 50 പൈസ വീതം ക്യാഷ് ഡിവിഡൻഡ് കൈമാറുന്നു. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ 28 ആകുന്നു. ഇത്രയും ഓഹരികളാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഓഹരികൾ കൈവശമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു റെക്കമെൻഡേഷൻ പർപ്പസിൽ പറയുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് കൈമാറുന്നുവെന്ന് മാത്രം. ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൽ തീർച്ചയായിട്ടും റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ ഓഹരികളെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് എന്നതിൽ പങ്കുവച്ചാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുപിട്ടാൽ നന്ദി, നമസ്കാരം.